ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരെന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷൻ എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളുക. ആൻഡ് ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് 3 ചാനലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഒരു നീണ്ട പാരഗ്രാഫ് തന്നെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പബ്ലിഷ് ചെയ്യുന്ന സമയങ്ങളും എല്ലാതും അതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ മറികടക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുത്തുന്നുണ്ട്. പല പ്രതിസന്ധികൾ ഏത് രീതിയിലാണ് അത് നിങ്ങളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം പ്രതിസന്ധികൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന്. എത്ര തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിരുന്ന ഒരു ബന്ധമായിരുന്നു. നിങ്ങളെ ചതിക്കണമെന്നോ ഉപേക്ഷിച്ച് പോകണമെന്നോ ഒന്നും ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്നുള്ളൊരു എനർജിയോ അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തോ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാടായി അല്ലെങ്കിൽ
വളരെയധികം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർ സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അവരുടെ സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മാത്രമായിരുന്നു. എല്ലാ ബന്ധങ്ങളിലും ഉള്ളതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ചില താളപ്പിഴകളൊക്കെ നിങ്ങൾക്കിടയിലും സംഭവിച്ചിരുന്നു. അതൊന്നും ഇല്ലാത്തൊരു ബന്ധങ്ങളും ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അല്ല, ഈ വക തല്ലൂട്ടങ്ങളും അടിപിടികളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ബന്ധം ഈ ഇന്നത്തെ കാലത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു റെയറായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. ഏതൊരു എത്ര നല്ല റിലേഷൻഷിപ്പാണെന്ന് പറയുകയാണെങ്കിലും പുറത്ത് കാണിക്കുന്നത് എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. എല്ലാത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവും. ഒരു തരത്തിലുള്ള ഭിന്നതകളില്ലാത്ത ബന്ധം നിലനിർത്തി പോരുന്നതാണ് അവർക്ക് താല്പര്യം. എങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊത്തു പോകാൻ പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. പല അടികളുണ്ട്, അതിൻ്റെ വഴക്കുകളുണ്ട്, അതിൻ്റെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ ഒത്തുപോകാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് സെറ്റായി പോകാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ആവർത്തിച്ചാൽ അത് സെറ്റായി പോകാത്തൊരവസ്ഥ, ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അവർ നിങ്ങളിലെല്ലാം തന്നെ മറക്കുന്നുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾ വരും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ അവർ ഹാപ്പി ആയിരുന്നു, അവർ മോട്ടിവേറ്റഡ് ആയിരുന്നു, അവർ മുന്നോട്ട് വളരെ എൻകറേജ്മെൻറ്റോട് കൂടി മുന്നോട്ട് പോകാൻ അവർ തയ്യാറായിരുന്നു. നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവർ ശൂന്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അവരുടെ പ്രതിസന്ധികളും വേദനകളും എല്ലാം മറക്കുന്നത് നിങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴോ നിങ്ങളോട് മിണ്ടുമ്പോഴൊക്കെ ആയിരിക്കും അവരെല്ലാം മറക്കുന്നത്. എന്ത് വിഷമഘട്ടം വന്നാലും അവർ നിങ്ങളുടെ ഒപ്പം നിൽക്കുക തന്നെ ചെയ്യുന്നതിനെ കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തീർത്ത് നിങ്ങളോടൊപ്പം ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനു വേണ്ടി മുന്നോട്ട് ധൈര്യമായിട്ട് നീങ്ങുന്നുമുണ്ട്. അതുതന്നെയാണ് അവരുടെ ആഗ്രഹവും താല്പര്യവും. ആ ഡിസിഷനാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. എത്രയും പെട്ടെന്ന് അവർ നിങ്ങൾക്കരികിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ തിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിലേക്ക് അവർ പല തീരുമാനങ്ങളും എടുക്കുന്നുമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റും പൊറുതിയും പറഞ്ഞ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ യൂണിവേഴ്സിന്, ദൈവം എന്ന് പറയണില്ല, യൂണിവേഴ്സിന് ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിൽ നിങ്ങൾക്ക് വളരെ പ്രൗഡ് ആൻഡ് വലിയൊരു പ്രൗഡ് തന്നെ നിങ്ങൾക്ക് അതിലുണ്ടാവട്ടെ. കാരണം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് എളുപ്പത്തിലൊന്നും ലഭിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, അത്ര പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു സംഭവമല്ല. നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം അലട്ടുന്നുണ്ട്. അതുതന്നെയാണ് അവരെത്ര ദൂരത്തേക്ക് ഒഴിഞ്ഞു പോയാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നവരെ പ്രതിപാദിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് അവരുടെയും നിങ്ങളുടെയും മനസ്സ് തട്ടിയിട്ടുള്ള ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ ജീവിക്കാനാണ് അവർക്കിഷ്ടം. ഈ തലകീഴായി നിൽക്കുന്ന പോലെ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുക, നിങ്ങളുടെ ഓർമ്മകളിലൂടെ ജീവിക്കുക. അത് അങ്ങനെ ജീവിക്കാനായിരുന്നു അവർക്കിഷ്ടം. പക്ഷേ ഒരു ഡിസിഷൻ എടുത്തേ തീരും, ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് പല പ്രശ്നങ്ങളിലേക്കും വഴി തിരിച്ചു വിടുക, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലേക്കും വഴി വയ്ക്കുന്നൊക്കെയുള്ളൊരു യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഓക്കെ, കുറേയധികം മുറിവുകൾ അവരുടെ മനസ്സിലേറ്റിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, അത്രയ്ക്കധികം മുറിവേറ്റിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഫൂള് പോലെ, ഒരു പൊട്ടൻ്റെ പോലെ അവരല്ലെങ്കിൽ ഒരു പൊട്ടിയുടെ പോലെ അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാനും നിങ്ങൾക്കൊപ്പം നിൽക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളില്ലാത്തൊരു ലോകം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ ഒന്നിനും സാധിക്കില്ല. നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം, അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിലേക്ക് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർ തള്ളി മാറ്റി വേറൊരു ലൈഫിലേക്ക് അവർ നീങ്ങുന്നത് കാണാം.
കാരണം അവർക്ക് മുന്നിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർ മാറ്റി പിന്നെ വേറൊരു ഇതിലേക്ക് അവർ മാറാനായിട്ട് ശ്രമിക്കുകയാണ്. എപ്പോഴും നല്ലൊരു ലൈഫാണ് അവർ സ്വപ്നം കാണുന്നത്, എപ്പോഴും നല്ലൊരു ജീവിതമാണ് അവർ സ്വപ്നം കാണുന്നത്. സെലിബ്രേഷൻ മൈൻഡ് അവർക്കുണ്ട്. അതായത് നിങ്ങളുമായിട്ട് ഒന്ന് ചേർന്ന് കഴിഞ്ഞു റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ അത് ആഘോഷിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ താല്പര്യപ്പെടുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ ലോകം അല്ലെങ്കിൽ അവരുടെ ലോകം തന്നെയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ. അവർ പല ഡിസിഷൻസും എടുക്കുന്നുണ്ട്. ആ ഡിസിഷൻസ് അതിലൊന്നാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ അത് ഗ്രോത്തോടു കൂടി വളർത്തിയെടുക്കണം. അതുവഴി വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിലൂടെ ഫിനാൻഷ്യൽ എബിലിറ്റി കൈവരിക്കണം. വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ലൈഫിലൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ലൈഫിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. ന്യൂട്രൽ പൊസിഷനിൽ നിന്നൊക്കെ മാറി പല കാര്യങ്ങൾ യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും ഒക്കെ പഠിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഡിസിഷൻ എടുക്കുന്നുണ്ട്. കൂടുതലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷൻസാണ് അവരെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും അവരവരുടെ ലൈഫിൽ എടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൻ്റെ സമയം മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6 മണിക്കും 7 മണിക്കും 8 മണിക്കും ആ സമയത്ത് നമ്മുടെ 3 ചാനലും വാച്ച് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു, എൻ്റെ ലൈഫിൽ അത് സംഭവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുവഴി നിങ്ങൾ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ബാക്ക്ഗ്രൗണ്ടിലെ ചില അനോയിങ് സൗണ്ട്സുകൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, ബൈ.